ISL 11-ാം സീസണിന് വേണ്ടി ഗംഭീര തയ്യാറെടുപ്പുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിനു മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് മികച്ച വിദേശ താരങ്ങളെയും അതുപോലെ തന്നെ മികച്ച ഇന്ത്യൻ താരങ്ങളെയും ടീമിൽ അണിനിരത്തിയിട്ടുണ്ട്. ദിമിയുടെ റീപ്ലേസ്മെൻറ്റായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ജീസസ് ടിമിനസ് അടക്കമുള്ള താരങ്ങളിലാണ് ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര മറ്റ് ISL സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു മികച്ചൊരു മുന്നേറ്റ നിരയായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 2021-22 ISL സീസണിൽ ഇവാൻ മുക്കമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ സീസൺ നമുക്കറിയാം. അന്ന് അൽവാരോ വാസ്കേസ്, പെരഡിയാസ്, അഡ്രിയാൻ ലൂണ കോംബോ നമ്മൾ കണ്ടിരുന്നു. അതേപോലൊരു കോംബോ നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കുകയാണ്. അതുപോലത്തെ ഒരു കോംബോയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇത്തവണ മുന്നേറ്റ നിര കാക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ, അതുപോലെ തന്നെ മൊറോക്കൻ താരമായ നോവാ സദോയി, ക്വാമെ പെപ്രെ, അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങായ ജീസസ് ജിമിനസ്. ഈ 4 താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര ISL 11-ാം സീസണിൽ അടക്കി ഭരിക്കാൻ പോകുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ പ്രതീക്ഷയാണ് ഈ കോംബോയിൽ വെക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് ISL 11-ാം സീസണിൽ നടത്തിക്കൊണ്ട് ഒരു ട്രോഫി നേടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. ഇപ്പോൾ ഡ്യൂറൻ കപ്പ് അവസാനിക്കുമ്പോൾ ISL ക്ലബ്ബുകളിൽ ഒരു മേജർ ട്രോഫി പോലും നേടാത്ത ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡ്യൂറൻ കപ്പ് നേടിയതോടു കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഏതായാലും അതിൽ നിന്നെല്ലാം മുക്തി നേടി ബ്ലാസ്റ്റേഴ്സ് ISL കിരീടം ചുംബിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറേയും സംഘവും ആ പരിഹാസത്തിന് അവസാനം കുറിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്.